ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വയോജനവേദി, പുസ്തകക്കൂട്, വയോജന ഷെൽട്ടർ ചെറുപുഴ ചെക്ക് ഡാമിന് സമീപത്തെ വായനശാല പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വയോജനവേദി, പുസ്തകക്കൂട്, വയോജന ഷെൽട്ടർ ചെറുപുഴ ചെക്ക് ഡാമിന് സമീപത്തെ വായനശാല പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പാർക്കും കൂടെ രൂപീകരിച്ചതിന്റെ പ്രഖ്യാപനവും നടത്തുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ഒരു പുതുമയാർന്നൊരു പരിപാടിയായിരിക്കും വായനശാലയുടെ നേതൃത്വം ഇത്തരത്തിലുള്ളൊരു പരിപാടി എന്ന് ഞാൻ ഓർക്കുകയാണ്, ആലോചിക്കുകയാണ്. മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ചെറുപുഴ ഗ്രാമീണ വായനശാല വിവിധങ്ങളായ വർണ്ണപ്പകിട്ടുള്ള പരിപാടികൾ നടത്തുന്നതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വായനാശീലം വളർത്തുന്നതിനും അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ ഉല്ലാസങ്ങൾക്കും പ്രചോദനം നൽകുന്നതിനുമുള്ള വിവിധ പരിപാടികൾ നടത്തി വരികയാണ്. സംസ്ഥാന ഗ്രന്ഥശാല കൗൺസിൽ പ്രസിഡന്റ് VK മധു ഉദ്ഘാടനവും പുസ്തകക്കൂട് പ്രകാശനവും നിർവഹിച്ചു. സാംസ്കാരിക ദൗത്യങ്ങളും ഏറ്റെടുക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു തികഞ്ഞ മാതൃകയാണ് അക്ഷരത്തിൻ്റെ, പുസ്തകത്തിൻ്റെ, വായനയുടെ ഒരിടമൊരുക്കിക്കൊണ്ട് ഈ അക്ഷരോദ്യാനം എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. പ്രകൃതിരമണീയമായ ഈ കാര്യങ്കോട് പുഴയുടെ തീരത്താണ് ഈ ഉദ്യാനം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. നിരഞ്ജന എന്ന കന്നഡ സാഹിത്യകാരൻ്റെ ചിരസ്മരണ എന്ന നോവലിൽ ഈ പുഴയുടെ പേര് തേജസ്വിനി എന്നാണ്. ഒരു മാസം മുമ്പ് ഈ തേജസ്വിനി പുഴയുടെ ഒരു ഭാഗത്ത് അച്ചാന്തുരുത്തി എന്ന് പറയുന്ന ഒരു ദ്വീപ് പ്രദേശം, ഒരു തുരുത്ത് പ്രദേശത്ത് ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഒരുക്കിയ അതിഗംഭീരമായൊരു പരിപാടി ഉണ്ടായി. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായത്. വയോജന ഷെൽട്ടർ ഉദ്ഘാടനം ഗ്രന്ഥശാല കൗൺസിൽ ജില്ലാ സെക്രട്ടറി PK വിജയൻ നിർവഹിച്ചു. ഗ്രന്ഥശാല കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MK രമേശ് കുമാർ, ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, ചെറുപുഴ SHO TP ദിനേശ്, K ശിവകുമാർ, വായനശാല സെക്രട്ടറി K ദാമോദരൻ മാസ്റ്റർ, PN ഉണ്ണികൃഷ്ണൻ, KC ലക്ഷ്മണൻ, PV കുഞ്ഞിക്കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മഴയില്ലാത്ത കാലത്താണ് നമ്മൾ ആലോചിച്ചതെങ്കിലും ഇപ്പോഴും തുടർച്ചയായി ഒരാഴ്ച, പ്രത്യേകിച്ച് ഇന്നലെയും ഇന്നും അതിതീവ്രമായ മഴയാണ്. പുഴകളിലൊക്കെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ പരിപാടി വിജയിപ്പിക്കാനായി നിങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മികച്ച വയോജന വായനക്കാർക്കും വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകുകയും ആദരിക്കുകയും ചെയ്തു. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതിനെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.